ക്രിസ്തുവിനും കുറേ വർഷങ്ങൾക്ക് മുൻപ് ഫിലിസ്തീനിൽ ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നു, ഗോലിയാത്ത്. ആയോധന കലകളിൽ അതിസമർത്ഥനായിരുന്ന അയാൾ സകല രാജ്യങ്ങളും കീഴടക്കിയ ശേഷം സാവൂൾ രാജാവിൻ്റെ അതിർത്തിയിലും എത്തി. രാജ്യം വിട്ടു നൽകി അടിയറവ് പറയാത്ത രാജാവിനോട് അയാൾ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ 7 ദിനരാത്രങ്ങൾ ഗോലിയാത്ത് സാവൂൾ സൈന്യവുമായി യുദ്ധം ചെയ്തു. ഗോലിയാത്തിന്റെ അസാമാന്യമായ മെയ്വഴക്കത്തിനും ആയുധവിദ്യയ്ക്കും മുന്നിൽ സാവൂൾ സൈന്യം ഒന്നടങ്കം നിഷ്പ്രഭരായി. യുദ്ധത്തിന്റെ അവസാന പാദത്തോടെ സാവൂൾ സൈന്യത്തിന്റെ മുന്നേറ്റത്തിനു മുന്നിൽ ഗോലിയാത്ത് നിരായുധനായി. എന്നാൽ ശത്രുവിനെ അടിയറവ് പറയിക്കാൻ ആ യോദ്ധാവിന് ആത്മവിശ്വാസം മാത്രം മതിയായിരുന്നു. സാവൂളിന്റെ സിംഹാസനത്തിനും ഗോലിയാത്തിനുമിടയിൽ അകലം കുറഞ്ഞുകൊണ്ടേയിരുന്നു. സൂര്യാസ്തമയത്തിനു മുൻപ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള വ്യഗ്രത അയാളിൽ പ്രകടമായിരുന്നു. അവശേഷിച്ച പടയാളിയോട് അയാൾ പറഞ്ഞു, ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് നിങ്ങളുടെ യോദ്ധാക്കളിൽ ആരെങ്കിലും ഒരാൾ എന്നെ പരാജയപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യവും രാജാവിന്റെ കിരീടവും എനിക്ക് സ്വന്തം. തന്റെ ഭീഷണി പറഞ്ഞവസാനിപ്പിച്ച് തിരിഞ്ഞ ഗോലിയാത്തിന്റെ നെറുകയിൽ ദാവീദിന്റെ കവണയിൽ നിന്നും ഒരു കല്ല് വന്ന് പതിച്ചു. ദാവീദിന്റെ പ്രഹരമേറ്റ ഗോലിയാത്ത് ഒരു വൻ വൃക്ഷം കടപുഴകി വീഴുന്നതുപോലെ ആ പടനിലത്തിൽ വീണു.